Okay, all of you mark the attendance. അപ്പോ രണ്ടാമത്തെ ലെസന്റെ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾ മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്ത് എന്നുള്ളത് മാർക്ക് ചെയ്തോ കേട്ടോ. അതായത് പേജ് നമ്പർ 8 എല്ലാ ഫസ്റ്റ് പാരഗ്രാഫിലുണ്ട് എല്ലാ ജീവജാലങ്ങളോടുമുള്ള ദയ എഴുതിയോ അത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? മിസ് വായിച്ചല്ലോ ഒരു പ്രാവശ്യം അത് നിങ്ങൾ അവിടെ മാർക്ക് ചെയ്ത് വെച്ചോ. അതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ കിട്ടോ. അപ്പൊ നോട്ടിലേക്ക് വൃത്തിയിൽ അതെടുത്ത് എഴുതണം. സാറില്ല, ഇനി ശ്രീദേവ് അത് മാറ്റണമെന്നില്ല കേട്ടോ. ശ്രീദേവ് എനിക്ക് എല്ലാം നോട്ട് എഴുതി സെൻഡ് ചെയ്ത് തന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ ഏതാ വരുക? ഈശ്വരന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ഏത്? അന്യരെ സ്നേഹിക്കുകയും സേവിക്കുകയും കഷ്ടപ്പെടുന്നവരുടെ കണ്ണീരൊപ്പുകയും ചെയ്യുക എന്നതാണ് ഈശ്വരന് ഏറ്റവും ഇഷ്ടമായ കാര്യം അല്ലേ? അതല്ലേ ഇതിന്റെ ആൻസർ? രണ്ടാമത്തെ അതുപോലെ ശ്രീകൃഷ്ണന്റെതും ഉണ്ട്. മൂന്നാമത്തത് അത് കൃഷ്ണനാണ് മകളെ, അവനാണ് നമ്മുടെ ദൈവം, ദുഃഖിക്കുന്നവരെയും വേദനിപ്പിക്കുന്നവരെയും അവൻ സ്നേഹിക്കുന്നു, നല്ല ആളുകൾക്ക് മാത്രമേ കൃഷ്ണനെ കാണാൻ കഴിയൂ എന്നാണ് ആരുടെ അമ്മ? ദയയുടെ അമ്മ അവളോട് പറഞ്ഞത്. അങ്ങനെ എഴുതണം. ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുമ്പോ എങ്ങനെയാ? ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആൻസർ എഴുതണ്ടേ, എന്നാലല്ലേ അതൊരു ആൻസർ ആവും. എന്നാണ് എന്ത് ദയയുടെ അമ്മ ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ എഴുതണം അല്ലേ, എന്നാലേ അതൊരു ആൻസറിന് ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ത്? പായസം കൊണ്ട് മാത്രം ആർക്കും ഈശ്വരനെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. ആശയം വിശദമാക്കുക. അതെങ്ങനെയാ എഴുതേണ്ടത്? അത് പ്രത്യേകിച്ച് ഒരു സ്ഥലത്തല്ല അതിന്റെ ആൻസർ ഉള്ളത്. അത് നിങ്ങൾക്ക് ആ പാഠം പഠിച്ചതിൽ നിന്നും എന്താണ് മനസ്സിലായത്, ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മനസ്സിലായത് എന്നതാണ് അതിൽ എഴുതേണ്ടത്. എന്ത്? പായസം കൊണ്ട് മാത്രം ആർക്കും ഈശ്വരനെ പ്രസാദിപ്പിക്കുക പറഞ്ഞാൽ സന്തോഷിപ്പിക്കാൻ കഴിയുകയില്ല. അതിന്റെ ആശയാണ് വിശദമാക്കേണ്ടത്. അപ്പൊ എന്താ എഴുതേണ്ടത്? നമ്മള് എന്തൊക്കെയാ ചെയ്യേണ്ടത്? പായസം അല്ലല്ല, ദൈവത്തിന് പായസം നിവേദിക്കലല്ല പ്രധാനപ്പെട്ട. അതായത് പായസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് നമ്മൾ നേർച്ച നേരുന്നില്ലേ, അത് മാത്രമല്ല ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടത്. എന്താണ് വേണ്ടത്? അന്യരെ സഹായിക്കുകയും അവർക്ക് എന്തെങ്കിലും, അതായത് ഏതാണ് ഇതെവിടെയുണ്ട്, ദരിദ്ര ജനങ്ങളുടെ വായിലൊഴിക്കുന്ന കഞ്ഞിയാണ് പായസം നിവേദിക്കുന്നതിലും ദൈവത്തിന് ഏറെ ഇഷ്ടം. പിന്നെയോ അവരെ ഉടുപ്പിക്കുന്നതാണ്, അതായത് ദരിദ്രരെ ഉടുപ്പിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും വലിയ ഉടയാട. അവരെ ശുശ്രൂഷിച്ചാൽ ദൈവം പ്രസന്നനാവും. ഈശ്വരനെ ഭൂമി തന്നെ കാണാനും പൂജിക്കുവാനും പേജ് നമ്പർ 9 1 2 3 4 5 ആ പാരഗ്രാഫിന്റെ ഇടയിലായിട്ട് അതിന്റെ ആൻസർ ഉണ്ട്. കണ്ടോ? ആ പറഞ്ഞോ ശ്രീദേവേ. വസ്ത്രം. ഉടയാട പറഞ്ഞ വസ്ത്രം, നമ്മുടെ ഡ്രസ്സ്. മനസ്സിലായോ? അപ്പൊ എന്താണ് പറഞ്ഞേ? ദരിദ്രരെ ഉടുപ്പിക്കുന്നതാണ്, അല്ല ദരിദ്രക്ക് കഞ്ഞി കൊടുക്കുന്ന, കഞ്ഞി ആയാലും നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളത് അത് അയാ അർത്ഥം, അത് കൊടുക്കുക. അതുപോലെ എന്ത്? നമുക്കുള്ള വസ്ത്രങ്ങള് അവർക്ക് കൊടുക്കുന്നത്, സഹായിക്കുക ഇല്ലാത്തവർക്ക്. പിന്നെ അവരെ ശുശ്രൂഷിച്ചാൽ ആര്? ദൈവം പ്രസന്നനാവും. കാണാനും പൂജിക്കാനും, ഈശ്വരനെ ഭൂമിയിൽ തന്നെ കാണാനും പൂജിക്കാനും ശ്രമിക്കൂ. ഞാൻ ആര്? ദൈവം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ടാണ് അതിന്റെ ആൻസർ എഴുതേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതുക കേട്ടോ. ഇനി അടുത്ത് നമ്മുടെ പാഠം നമ്മള് ഡോക്ടർ അംബേദ്കറിന്റെ ഏകദേശം എവിടെ എത്തി? പേജ് നമ്പർ 13 അല്ലേ? അതിൽ ഫസ്റ്റ് അവിടെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന് ശേഷമുള്ള ഭാഗം വായിക്കാം മിസ്സേ. അവിടെയാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. അപ്പൊ ഇന്ന് വൈകുന്നേരത്തിനിടയിൽ തന്നെ നിങ്ങൾ രണ്ടാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ, അതായത് എല്ലാ വർക്കുകളും എഴുതിയിട്ട് ഇന്ന് എനിക്ക് സെൻഡ് ചെയ്ത് തരണം. ശ്രീദേവ് ഒഴികെയുള്ള എല്ലാ കുട്ടികളും ഇന്ന് തന്നെ സെൻഡ് ചെയ്ത് തരണം. അതായത് ഒരു 5 മണിക്കുള്ളിൽ സെൻഡ് ചെയ്ത് തന്നാൽ മതി. ഓക്കെ? അല്ലെങ്കിൽ ഞാൻ എല്ലാരെയും വിളിക്കും.
ദയ എന്ന പെൺകുട്ടിന്റെ ആ പാഠത്തിലെ ആ വായിച്ചിട്ട് വോയിസ് മെസ്സേജ് അയക്കാൻ പറഞ്ഞില്ല, ഞാൻ മറന്നു. അതും കുറെ പേര് ചെയ്തില്ല. അതിൽ കുറച്ച് പേര് ഇജാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആരാ, ഒന്നും ചെയ്യാത്തവരുണ്ട്, മിടുക്കന്മാര് മിടുക്കികളൊക്കെ. അപ്പൊ കൃത്യമായി നിങ്ങളത് ചെയ്യും, എന്നാലും നിങ്ങൾക്ക് അത് വായിക്കാൻ പഠിക്കും. ആ പാഠം ഞാനൊന്ന് ഓഡിയോ ക്ലിപ്പ് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വോയിസ് ക്ലിപ്പ്. എത്ര പേര് ചെയ്തിട്ടുണ്ട്? ഒന്ന് കൈ കാണിച്ചേ. യെസ്, ഇജാസ്. ഞാനത് കൃത്യമായി വായിച്ചു കേട്ടു, നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഇജാസ് വായിക്കുന്നത് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. നിങ്ങൾക്ക് എത്രമാത്രം വായിക്കാൻ അറിയുന്നില്ലേ എനിക്കറിയില്ലല്ലോ, അതിനു വേണ്ടിയാണ് ഞാൻ. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ആരും വായിക്കാത്തവരാണ് ഇപ്പോൾ ഉള്ളത്, കണ്ടോ? അതിൽ ശ്രീദേവ് നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇജാസ് എനിക്ക് വോയിസ് ക്ലിപ്പ് സെൻഡ് ചെയ്തിട്ടുള്ളൂ ഈ ക്ലാസ്സിൽ. ബാക്കിയുള്ളവർ എല്ലാവരും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഓഡിയോ ക്ലിപ്പും പിന്നെ നോട്ടും കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ഇന്ന് ഒരു 5 o'clock മുന്നായിട്ട് അയച്ചു. ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് പഠിപ്പിക്കുന്ന ഭാഗം എന്താണ് നോക്കിക്കോ. 13 പേജ് നമ്പർ 13 ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പിയും ഇന്ത്യ ഗവൺമെന്റിലെ ഒരു അംഗവും ഇന്ത്യയിലെ ഒരു പ്രധാന പൗരനും. അവിടെ വരെ നമ്മൾ എടുത്തത് കണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? യെസ്, ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പിയും ഇന്ത്യ ഗവൺമെന്റിലെ ഒരു അംഗവും ഇന്ത്യയിലെ ഒരു പ്രധാന പൗരനും ഉന്നതനായ സമുദായ പരിഷ്കർത്താവും മനുഷ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയൊരു ധീര യോദ്ധാവും എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 1952 ജൂൺ 5 കൊളംബിയ സർവകലാശാല ഡോക്ടർ ബിരുദം നേടി. അല്ലെ, എങ്ങനെയാ ഡോക്ടർ ബിരുദം നേടിയത്? എന്തുകൊണ്ടാ? എന്തൊക്കെയാ കിട്ടിയേ? ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പിയായിരുന്നു ആര്? ഡോക്ടർ അംബേദ്കർ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇന്ത്യ ഗവൺമെന്റിലെ ഒരംഗവും ഇന്ത്യയിലെ ഒരു പ്രധാന പൗരനും ഉന്നതനായ സമുദായ പരിഷ്കർത്താവും മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരു ധീര യോദ്ധാവും. ഇതൊക്കെ മുൻനിർത്തിയാണ് എന്ത് അംബേദ്കറെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 1952 ജൂൺ 5 കൊളംബിയ സർവകലാശാല എന്ത് ചെയ്തു? ബിരുദം, ഡോക്ടർ ബിരുദം. ഡോക്ടർ അംബേദ്കർ, ഇത് ഡോക്ടർ ആയതുകൊണ്ടല്ല കേട്ടോ, ഡോക്ടറേറ്റ് എന്ന ഒരു ബിരുദം നേടാനുണ്ട്, അറിയാലോ. MPhil എല്ലാം എടുത്തിട്ട് ഡോക്ടറേറ്റ് നേടാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ബിരുദം കിട്ടി അദ്ദേഹത്തിന്. 1956 നവംബർ 15 ഡോക്ടർ അംബേദ്കർ ഒരു ബുദ്ധമത സമ്മേളനത്തിൽ പങ്കെടുത്ത് 30 ഡൽഹിയിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും 66 വയസ്സ് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്. ദേഹം ക്രമത്തിൽ ക്ഷീണിച്ചു വരികയായിരുന്നു. എങ്കിലും പതിവുകളൊന്നും അദ്ദേഹം മുടക്കാറില്ല. 66 വയസ്സായി ആ സമയത്ത്, എന്നാലും പതിവുകൾ ഒന്നും അദ്ദേഹം, പതിവുകൾ എന്ന് പറഞ്ഞാൽ ദിനചര്യകളൊന്നും അദ്ദേഹം മറക്കാറില്ലായിരുന്നു എന്നർത്ഥം. അതായത് ദേഹം ക്രമേണ ക്ഷീണിച്ചു വരികയായിരുന്നു പറഞ്ഞാൽ എന്താ? ഏജ് ആവും തോറും, വയസ്സാവും തോറും ശരീരം ക്ഷീണിക്കും അല്ലേ? അപ്പോ എന്നിരുന്നാലും അദ്ദേഹം ചെയ്യുന്ന ശീലങ്ങളൊന്നും അദ്ദേഹം മാറ്റി വെച്ചിരുന്നില്ല. എനിക്ക് വയ്യ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചില്ല എന്നാണ് പറഞ്ഞത്. എങ്കിലും പതിവുകളൊന്നും അദ്ദേഹം മുടക്കാറില്ലായിരുന്നു. ഡിസംബർ 5 ചില സന്ദർശകരെ അദ്ദേഹം സ്വീകരിച്ചു. അതിനുശേഷം തന്റെ സോഫയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുദ്ധസ്തോത്രം ചൊല്ലി താളം പിടിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരുന്ന് കഴിച്ചുകൂട്ടി. ഒടുവിൽ ആ പാട്ട് റേഡിയോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരുന്നു. ലഘുഭക്ഷണത്തിന് ശേഷം അദ്ദേഹം ശയനമുറിയിൽ പ്രവേശിച്ച് കിടപ്പായി. ശയനമുറി എന്ന് പറഞ്ഞേതാ? ശയനം, ശയിക്കുന്ന റൂം ഏതാ? ബെഡ്റൂം അല്ലേ? നമ്മൾ കിടന്നുറങ്ങുന്ന, ശയനം എന്ന് പറഞ്ഞാൽ ഉറങ്ങുക എന്നാണ് അർത്ഥം കേട്ടോ. ഉറങ്ങുന്ന മുറിയിൽ പ്രവേശിച്ചു കിടപ്പായി അല്ലേ? അത്ര പാരഗ്രാഫിൽ എന്താ പറഞ്ഞേ? അദ്ദേഹത്തിന് ഡോക്ടർ ബിരുദം കിട്ടിയത് പറഞ്ഞു. അതിനുശേഷം 1956 നവംബർ 15 ഡോക്ടർ അംബേദ്കർ ഒരു ബുദ്ധമത സമ്മേളനത്തിൽ പങ്കെടുത്ത് 30 ഡൽഹിയിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും 66 വയസ്സ് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്. എന്നിരുന്നാലും അദ്ദേഹം എന്തായിരുന്നു? ദേഹമൊക്കെ ക്ഷീണിക്കാൻ തുടങ്ങിയ വയസ്സായതിന്റെ, എങ്കിലും അദ്ദേഹത്തിന്റെ പതിവുകളൊന്നും തെറ്റിച്ചിരുന്നില്ല. അതായത് അദ്ദേഹത്തിന്റെ ശീലങ്ങളൊന്നും മാറ്റിവെച്ചിരുന്നില്ല. എനിക്ക് വയ്യാറായി എന്നൊരു തോന്നലൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. പിറ്റേന്ന് പ്രഭാതത്തില് പത്നി മെത്തക്കരികത്ത് വന്ന് അദ്ദേഹത്തെ വിളിച്ചുണർത്താൻ ഭാവിച്ചു. പത്നി എന്ന് പറഞ്ഞ ആരാ?
ഭാര്യ. ഭാര്യ. ഓക്കെ, പത്നി പറഞ്ഞ ഭാര്യ. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ മെത്തക്കരികത്ത് വന്ന് വിളിച്ചുണർത്തുവാൻ ശ്രമിച്ചു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം അവസാനമില്ലാത്ത നിദ്രയിൽ പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. അവസാനമില്ലാത്ത നിദ്ര ഏതാ? മരിച്ചുപോയി. മരണം. ഓക്കെ, മരണപ്പെട്ടു. അവസാനമില്ലാത്ത, ഉറക്കത്തിന് ഒരിക്കലും ഉണരാത്തത് എന്താണ്? മരണം അല്ലെ? മരണത്തില് അതായത് അദ്ദേഹം ആ ഒരു കിടപ്പില് മരിച്ചു അല്ലെ? 5 ലക്ഷത്തോളം ജനങ്ങൾ മൂകസാക്ഷികളായി നിൽക്കെ അംബേദ്കറുടെ മൃതശരീരം അഗ്നി സംസ്കരിക്കപ്പെട്ടു. അപ്പോ അദ്ദേഹത്തിന് എത്ര വയസ്സായപ്പോഴാ ഇപ്പൊ മരിച്ചത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോക്കട്ടെ. പാഠഭാഗം ഞാൻ വായിക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായി. എത്ര വയസ്സായപ്പോഴാ മരിച്ചത്? ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ 66 വയസ്സ് തികഞ്ഞു. ഏത് കഴിഞ്ഞിരുന്നു? അദ്ദേഹത്തിന് ദേഹം ക്രമത്തിൽ ക്ഷീണിച്ചു എന്ന് പറഞ്ഞു അല്ലേ? ആ സമയത്തല്ലേ കിടന്നുറങ്ങാൻ പോയി, അപ്പോഴാണ് മരിച്ചത് പറഞ്ഞു. അപ്പൊ എത്ര? 66 വയസ്സ്. 66 വയസ്സായിരുന്നു അദ്ദേഹത്തിന് അപ്പോ അല്ലേ? അത് നമ്മൾ വായിച്ചു. 5 ലക്ഷത്തോളം ജനങ്ങൾ മൂകസാക്ഷികളായി നിൽക്കെ അംബേദ്കറുടെ മൃതശരീരം അഗ്നിയിൽ സംസ്കരിക്കപ്പെട്ടു. ഒരു മഹാന്റെ ജീവിതം അങ്ങനെ ഒരു പിടി സാരമായി മാറി. കഴിവുള്ളവർ ഏത് പരിസ്ഥിതിയിൽ പിറന്നാലും, അപ്പോ ഇദ്ദേഹം എങ്ങനെയാ? കീഴ് ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു. എന്നിട്ടും അതാ പറഞ്ഞേ, കഴിവുള്ളവര്, ഇനി കാശ് ഇല്ലാത്ത വീട്ടിലായാലും താഴ്ന്ന ജാതിയിൽപ്പെട്ടായാലും അവർക്ക് എന്ത് അസൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും കഴിവുള്ളവൻ എവിടെയും തിളങ്ങും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ആര്? ഡോക്ടർ അംബേദ്കർ അല്ലെ? അതാണ് പറഞ്ഞു വരുന്നത്. കഴിവുള്ളവർ ഏത് പരിസ്ഥിതിയിൽ പിറന്നാലും, പിറക്കുക എന്താ അർത്ഥം മക്കളെ? പിറക്കുക, ജനിക്കുക. പിറന്നാലും ഔന്നത്യം എന്താണ്? ഔന്നത്യം ഉന്നതത്തില് അല്ലെ? ഔന്നത്യം ഏറ്റവും മുകളില്. ഔന്നത്യത്തിന്റെ സോപാനത്തിലേക്ക്, സോപാനം ഇരിപ്പിടം, ഓക്കെ, സോപാനത്തിലേക്ക് കയറിപ്പോകും. കഴിവുള്ളവനെ ആർക്കും അവഗണിക്കുവാൻ സാധ്യമല്ല. എങ്ങനെയാണെങ്കിലാണ് കഴിവുള്ളവനെ ആർക്കും അവഗണിക്കാൻ സാധിക്കാത്തത്? അതാ പറയുന്നത്. ആത്മവിശ്വാസത്തോടുകൂടി അയാൾ അധ്വാനിക്കുകയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ മുന്നേറുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് ഡോക്ടർ അംബേദ്കറുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? എങ്ങനെയായിരിക്കണം? വെറും കഴിവുണ്ടായ പോരാ, കഴിവ് ആത്മവിശ്വാസത്തോടുകൂടി അയാൾ അധ്വാനിക്കണം. നമുക്ക് പറ്റുന്ന വിധത്തിൽ നമ്മൾ അധ്വാനിക്കണം. പിന്നെയോ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ മുന്നേറണം. ചെയ്യുന്നുവെങ്കിലാണ് അവർക്ക് ഔന്നത്യത്തിന്റെ സോപാനത്തിലേക്ക്, അതായത് കൊടും ഉയർച്ചയുടെ ഇരിപ്പിടത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ പറ്റും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അംബേദ്കറുടെ ജീവിതം. അദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു അല്ലെ? എങ്കിലും അദ്ദേഹത്തിന്റെ അർപ്പണ മനോഭാവവും ആത്മധൈര്യവും അദ്ദേഹത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചു അല്ലെ? നിങ്ങൾക്ക് കഴിവുണ്ടാവും, അത് നിങ്ങൾ എന്ത് ചെയ്യണം? അധ്വാനിക്കണം, കഷ്ടപ്പെടണം അല്ലേ? നമ്മളിപ്പോ കിടന്നുറങ്ങിയാൽ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ? ഇല്ല. നമ്മൾ പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിക്കുക. നാളെ അതുപോലെ ആത്മധൈര്യം ഉണ്ടാവണം അല്ലേ? നമുക്ക് ഏത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിനൊക്കെ തരണം ചെയ്യുമെന്ന ഒരു ആത്മധൈര്യം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾ ഈ ഒരു പാഠാണ് ഉൾക്കൊള്ളേണ്ടത് അല്ലേ? ജീവിതത്തിൽ നമുക്ക് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ ഉന്നതങ്ങളിൽ എത്തും എന്ന ഒരു ഉറച്ച തീരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എത്തിയിരിക്കുക തന്നെ ചെയ്യും. ഒരു തടസ്സവും അവിടെ ഉണ്ടാവില്ല അല്ലേ? അതാണ് ആത്മവിശ്വാസത്തോടു കൂടി അയാൾ എന്ത് ചെയ്യണം? അയാൾ അധ്വാനിക്കുകയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ മുന്നേറുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് ഡോക്ടർ അംബേദ്കറുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. താൻ തുടങ്ങി വെച്ച കാര്യത്തിൽ നിന്ന് ഉത്തമനായ മനുഷ്യൻ ഒരിക്കലും പിന്നോക്കൻ പോവുകയില്ല. ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ അവൻ തൻ്റെ കർമ്മ പരിപാടി ഉപേക്ഷിക്കുകയുമില്ല അല്ലെ? എന്താ പറഞ്ഞത്? താൻ തുടങ്ങി വെച്ച കാര്യത്തിൽ നിന്ന് ഉത്തമനായ മനുഷ്യൻ അല്ലെ? ഉത്തമനായിരിക്കണം, വെറും ഒരു മനുഷ്യനല്ല, അവൻ ഉത്തമനായിരിക്കണം, അതായത് ഏറ്റവും നല്ലവനായിരിക്കണം. എന്നാലോ ഒരിക്കലും പിന്നോക്കം പോവുകയില്ല. നമ്മളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം?
അത് നേടിയെടുക്കുക തന്നെ ചെയ്യണം. ഉറച്ച ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെ അവൻ തൻ്റെ കർമ്മ പരിപാടി ഉപേക്ഷിക്കില്ല. അല്ലെ, ഉത്തമനായ ഒരു മനുഷ്യൻ. അപ്പൊ അങ്ങനെ ആയിരിക്കണം മനുഷ്യൻ എന്നാണ് നമ്മുടെ ഡോക്ടർ അംബേദ്കറുടെ ജീവിതത്തിലൂടെ നമ്മൾ ഇന്ന് ഉൾക്കൊള്ളേണ്ട കാര്യം. അല്ലേ, എങ്ങനെയായിരിക്കണം? അർപ്പണ മനോഭാവവും ആത്മധൈര്യവും ഉണ്ടായിരിക്കണം. അല്ലേ, ഓക്കെ, ഈ ജാതിയിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റിയ സമയത്തും അവരെന്ത് ചെയ്തു? മുന്നോട്ട് തന്നെ പോയി. അല്ലേ, എവിടെയാണ് ജോലി ചെയ്യുന്ന സമയത്ത് പറഞ്ഞു, അല്ലേ, തക്കീന ജാതിയിൽപ്പെട്ടതായതുകൊണ്ട് ഫയലുകളൊക്കെ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം തളർന്നില്ല. അല്ലെ, നമ്മളാണെങ്കിലും മതി, എങ്ങനെ ഇവിടുത്തെ ജോലി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വിചാരിച്ച് നമ്മളെന്ത് ചെയ്യും? മതിയാക്കിയിട്ട് വരും. അല്ലേ, അങ്ങനെയല്ല, നമ്മൾ പിടിച്ചു നിൽക്കുക തന്നെ ചെയ്യണം. ഏത് പ്രതിസന്ധി ഘട്ടത്തെയും നമ്മൾ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അതായത് ഡോക്ടർ അംബേദ്കറുടെ ജീവിതത്തെ നമ്മളെ അതൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അല്ലെ, അതാണ് ഈ പാഠത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ഓക്കെ, അപ്പൊ ആ പാഠം കഴിഞ്ഞിട്ടുണ്ട്, ഡോക്ടർ അംബേദ്കർ. അല്ലേ, അപ്പൊ അതിൽ കുറച്ച് അർത്ഥം ഉണ്ടാവും. ഉദാരം, ദാനശീലം, ശ്രേഷ്ഠം, നിശ്ചയദാർഢ്യം ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. അല്ലേ, ഉദാരം, ദാനശീലം, ശ്രേഷ്ഠം, നിശ്ചയദാർഢ്യം, ഉറച്ച തീരുമാനം, പ്രലോഭനം, അത്യാഗ്രഹം. അല്ലേ, അത്രയേ ഉള്ളൂ പറയുന്നുള്ളൂ അതില്. അപ്പൊ ഒന്നുകൂടി അത് വായിക്കാം. എന്നിട്ട് നിങ്ങളൊന്ന് വായിക്കണം. ഡോക്ടർ അംബേദ്കർ മഹർ എന്ന ജാതിയിൽപ്പെട്ട രാംജിയുടെ 14ാമത്തെ കുട്ടിയായിട്ടാണ് 1891 ഏപ്രിൽ മാസം 14-ാം തീയതി ഭീമറാവു ജനിച്ചത്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, 1891 ഏപ്രിൽ മാസം 14-ാം തീയതി ഭീമറാവു ജനിച്ചത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചേ. അംബേദ്കറുടെ ജനനം എപ്പോൾ, എവിടെ വച്ചായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ മക്കളെ? അംബേദ്കറുടെ ജനനം എപ്പോൾ, എവിടെ വെച്ചായിരുന്നു? അതിന്റെ ആൻസർ ആണ് ഇപ്പൊ പറയുന്നത്. 1891 ഏപ്രിൽ മാസം 14-ാം തീയതി. ബ്രാക്കറ്റിൽ ഇങ്ങനെ ഇട്ടോ എന്നിട്ട് 1 ഇട്ടോ അവിടെ. ഏപ്രിൽ മാസം 14-ാം തീയതി ഭീമറാവു എവിടെ ജനിച്ചേ? ബോംബെ സംസ്ഥാനത്തിൽ രത്നഗിരി ജില്ലയിൽ അംബവാഡെ എന്ന ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് അതിന്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ മക്കളെ. ക്ലിയർ ആയോ? ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം കൂടി പറയാമോ? ഒന്നുകൂടി പറയണോ മിസ്? ചോദ്യം നോക്കിക്കോ. അംബേദ്കറുടെ ജനനം എപ്പോൾ, എവിടെ വച്ചായിരുന്നു എന്നാണ് ചോദ്യം. അതിന്റെ ആൻസർ ആണ് പറയുന്നത്. 1891 ഏപ്രിൽ മാസം 14-ാം തീയതി എവിടെ ജനിച്ചു? ബോംബെ സംസ്ഥാനത്തിൽ രത്നഗിരി ജില്ലയിൽ അംബവാഡെ എന്ന ചെറിയ ഗ്രാമത്തിലാണ് അംബേദ്കർ ജനിച്ചത്. കണ്ടോ നിങ്ങള്? ഫസ്റ്റ് പാരഗ്രാഫില് നോട്ട് ചെയ്തോ, വരച്ചു വെച്ചോ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം നമുക്കല്ലേ. വണ്ടിക്കാരൻ കഠിനമായി അവരോട് കയർത്തു. ആരോട്, എന്തിന്? ആരോടായിരുന്നു, എന്തിനായിരുന്നു? നമ്മൾ പഠിച്ചല്ലേ. ഭീമറാവിനോടും അദ്ദേഹത്തിന്റെ ചേട്ടനോടും. എവിടെ വെച്ചായിരുന്നു? എന്തിന്? അച്ഛനെ കാണാൻ പോകുന്ന കാളവണ്ടിയിൽ അച്ഛനെ കാണാൻ പോകുന്ന വഴിക്കായിരുന്നു. അല്ലേ, അതാണ്. കണ്ടോ നിങ്ങളെ? എവിടെയാണ്? ഒരിക്കൽ കീഴ്ജാതിക്കാരായതുകൊണ്ട് ഇതാ മൂന്നാമത്തെ പാരഗ്രാഫില് ഒരിക്കൽ സഹോദരനോടൊന്നിച്ച് ഭീമറാവു അച്ഛനെ കാണുവാൻ പോവുകയായിരുന്നു. ഒരു കാളവണ്ടിയിലായിരുന്നു അവരുടെ യാത്ര. വണ്ടിക്കാരൻ ഉയർന്ന ജാതിക്കാരനായിരുന്നു. അല്ലെ, അതാണ് അതിന്റെ ആൻസർ. എന്താ എഴുതേണ്ടത്? വണ്ടിക്കാരൻ കഠിനമായി അവരോട് കയർത്തു. ആരോട്? ഭീമറാവിനോടും. അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ, അതന്നെ എഴുതണ്ട. എങ്ങനെയാ എഴുതേണ്ടത് ആൻസർ? ഭീമറാവിനോടും അദ്ദേഹത്തിന്റെ സഹോദരനോടുമാണ് വണ്ടിക്കാരൻ കയർത്തത്. എന്തിന്? അദ്ദേഹം അതായത് എന്താ ജാതിയുടെ പേര്? മഹർ എന്ന അയിത്ത ജാതിയിൽപ്പെട്ടവരായതുകൊണ്ടാണ് വണ്ടിക്കാരൻ അദ്ദേഹത്തോട് കയർത്തത്. അങ്ങനെയാണ് ആൻസർ എഴുതേണ്ടത്. ഇനി അംബേദ്കർ ആയതെങ്ങനെ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലെ. അംബവാദേക്കർ
അംബവദേക്കർ അംബേദ്കർ ആയത് എങ്ങനെയാ സ്കൂളിന്റെ രജിസ്റ്ററിലെത്തുമ്പോ അല്ലേ അധ്യാപകൻ കൊടുത്ത പേര് അതല്ലേ ഇതിന്റെ ആൻസർ. ആ അധ്യാപകന്റെ പേര് അംബേദ്കർ എന്നായിരുന്നു. തന്റെ എന്താണ് ശിഷ്യനും ഭീമറാം അധ്യാപകന്റെ പേര് ഭീം ആദ്യം ചേർന്ന് പഠിച്ച വിദ്യാലയത്തിലെ ഒരു അധ്യാപകൻ, അതിന് ദൃഷ്ടാന്തമാണെന്നൊന്നും എഴുതണ്ട, ഒരു അധ്യാപകൻ, അദ്ദേഹത്തിന്റെ പേര് അംബേദ്കർ എന്നായിരുന്നു. തന്റെ പേര് പോലെ തന്നെ ആവണം ശിഷ്യന്റെയും പേര് എന്ന് കരുതി വിശാലഹൃദയനായ ആ അധ്യാപകൻ ഭീമിനെ അംബേദ്കർ എന്ന് വിളിച്ചു അല്ലെ. ആ പേരാണ് രജിസ്റ്ററിൽ പതിഞ്ഞത്. അങ്ങനെ എന്തായി, അംബവാദേക്കർ അദ്ദേഹത്തിന്റെ സ്ഥലപ്പേര് മാറി എന്തായി, അംബേദ്കർ എന്നായി. ഓക്കെ, അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. നിങ്ങൾക്ക് ഈ പാഠം നല്ലതുപോലെ വായിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് ആൻസർ എഴുതിയെടുക്കാൻ പറ്റും. ഓക്കെ, അയിത്തക്കാരൻ എന്നും അയിത്തക്കാരൻ തന്നെ ആയിരുന്നു. ആ എന്താണ് പറഞ്ഞത് സെക്കൻഡ് ലെസണും കൂടി അല്ല 5:30 എഴുതിയിടാൻ പറഞ്ഞേ. ആ ഇതല്ല മക്കളെ കേട്ടോ, കഴിഞ്ഞ പാഠത്തിലാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ മറ്റേതാണ് ഇന്ന് 5 മണിക്കുള്ളിൽ നിങ്ങൾ അയക്കേണ്ടത് കേട്ടോ. അതിന്റെ ഞാൻ കഴിഞ്ഞതാ. ആ ശ്രീദേവ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ പാഠവും നിങ്ങൾ അന്നന്ന് ചെയ്താലല്ലേ പിന്നെ നിങ്ങൾക്ക് അത് പെൻഡിങ് ആവും. ഇപ്പൊ മൂന്നാമത്തെ പാഠവും കൂടെ വന്നു. അപ്പൊ നിങ്ങൾക്ക് എല്ലാം കൂടി എന്താ പറയാ ഓവർലോഡ് ആവും. അതുകൊണ്ടാണ് മിസ്സ പറയുന്നത് അന്നന്ന് തന്നെ ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം എങ്ങനെയാ വരുവാ, അയിത്തക്കാരൻ എന്നും അയിത്തക്കാരൻ തന്നെ ആയിരുന്നു. ഈ പ്രസ്താവന തെളിയിക്കാൻ ഒരു സംഭവം പറയുക. എന്താണ്? ഒന്ന് വേണമെങ്കിൽ കാളവണ്ടിയിലത്തെ കാര്യം പറയാം. 2 അവർ ഉദ്യോഗസ്ഥ ശിബായി. ഓക്കെ, അതാണ് ഉപരിവിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിയ ശേഷം അംബേദ്കർ ബറോഡ മഹാരാജാവിന്റെ മിലിറ്ററി സെക്രട്ടറിയായി നിയമിതനായി. കണ്ടോ നിങ്ങൾ ആ പാരഗ്രാഫ്? ഓക്കെ, പക്ഷെ എന്ത് വിശേഷം, മഹർജാതിക്കാരനല്ലേ. എത്ര കനത്ത ബിരുദങ്ങൾ വാങ്ങിയാലും എത്ര വിദ്വാനായാലും അന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യയിൽ അയിത്തക്കാരൻ എന്നും അയിത്തക്കാരൻ തന്നെയായിരുന്നു. സിപായിമാർ അദ്ദേഹത്തിന്റെ മേശ തൊടുവാൻ മടിച്ച് ഫയലുകൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ. ഇതാണ് അതിന്റെ ആൻസർ. അപ്പൊ അയിത്തക്കാരൻ എന്നും അയിത്തക്കാരൻ തന്നെയായിരുന്നു. ഈ പ്രസ്താവന തെളിയിക്കാൻ ഒരു സംഭവം അതാണ് പറയേണ്ടത്. സിപായിമാർ എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ മേശ തൊടുവാൻ മടിച്ചിട്ട് എന്ത് ചെയ്യും, ഫയലുകൾ എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. അത് എഴുതണം കേട്ടോ. ആൻസർ മനസ്സിലായില്ലേ എന്റെ? നെക്സ്റ്റ് 5ാമത്തെ എന്താണ്, അംബേദ്കർക്ക് ഡോക്ടർ ബിരുദം നൽകിക്കൊണ്ട് കൊളംബിയ സർവകലാശാല അദ്ദേഹത്തെ പ്രശംസിച്ചത് എങ്ങനെ? ഡോക്ടർ ബിരുദം നൽകിക്കൊണ്ട് നമ്മൾ ഇന്ന് പഠിച്ച ഭാഗമാണത് അല്ലേ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പിയും ഇന്ത്യ ഗവൺമെന്റിലെ ഒരു അംഗവും ഇന്ത്യയിലെ ഒരു പ്രധാന പൗരനും ഉന്നതനായ സമുദായ പരിഷ്കർത്താവും മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ഒരു ധീര യോദ്ധാവും എന്ന് അംബേദ്കറെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് 1952 ജൂൺ 5-ാം തീയതി കൊളംബിയ സർവകലാശാല ഡോക്ടർ ബിരുദം നൽകിയത് അല്ലേ. നെക്സ്റ്റ് വരുന്ന എന്താണ്, അത്രപ്പേര് എഴുതിക്കോ. എന്താണ് അംബേദ്കർക്ക് ഡോക്ടർ ബിരുദം നൽകിക്കൊണ്ട് കൊളംബിയ സർവകലാശാല അദ്ദേഹത്തെ പ്രശംസിച്ചത്? ഇത്രയും കാര്യങ്ങളല്ലേ. ഓക്കെ, അത് എഴുതണം. നെക്സ്റ്റ് 6ാമത്തത്, ഡോക്ടർ അംബേദ്കറുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം എന്ത്? ഞാൻ പല പ്രാവശ്യം ലാസ്റ്റ് പറഞ്ഞു ഇപ്പൊ അതല്ലേ. എന്താണ് നാം പഠിക്കേണ്ട പാഠം? എന്താണ് നമ്മൾ പഠിക്കേണ്ട പാഠം മക്കളെ? കഴിവുള്ളവർ ഏത് പരിസ്ഥിതിയിൽ നിന്ന് പിറന്നാലും ഔന്നത്യത്തിന്റെ സോപാനത്തിലേക്ക് കയറിപ്പോകും. കഴിവുള്ളവനെ കണ്ടോ നിങ്ങളത്? പാരഗ്രാഫിൽ തന്നെ ഉണ്ട് ഇവിടെ. കഴിവുള്ളവനെ ആർക്കും അവഗണിക്കുവാൻ സാധ്യമല്ല. എങ്ങനെയായിരിക്കണം? ആത്മവിശ്വാസത്തോടു കൂടി അയാൾ അധ്വാനിക്കുകയും പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ മുന്നേറുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമാണ് അവന് എങ്ങനെ ഏത് ഉന്നതത്തിലേക്കും എത്താൻ പറ്റുമെന്നുള്ളത് അല്ലെ. ഇതാണ് അംബേദ്കറുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലെ പാഠം. ഓക്കെ, അത് എഴുതാൻ പറ്റുമല്ലോ. യെസ്,
അപ്പോ ഒന്ന് ആ പാഠഭാഗം നിങ്ങൾ വായിക്കുന്നത് നല്ലതെന്ന് തോന്നുന്നു, ഞാൻ വായിക്കുന്നതിനെക്കാളും. അപ്പൊ നിങ്ങളെ വായനയും കൂടെ എനിക്ക് കേൾക്കുകയും ചെയ്യാം. ആദ്യം ആൻമരിയ തുടങ്ങിക്കോ. ആൻമരിയ. മിസ് വായിക്കല്ലേ മിസ്? ഓ മിസ് വായിക്കാനല്ലേ? ആ വായിക്കാം. ടെക്സ്റ്റ്. പാഠം 3. ഡോക്ടർ അംബേദ്കർ. മഹർ എന്ന ജാതിയിൽപ്പെട്ട രാംജിയുടെ 14ാമത്തെ കുട്ടിയായിട്ടാണ് 1891 ഏപ്രിൽ മാസം 14-ാം തീയതി ശ്രദ്ധിക്കണേ വായിക്കുന്നത്. ഞാൻ അടിയിൽ വേറൊരാളോട് പറയേ. ബോംബെ സംസ്ഥാനത്തിൽ രത്നഗിരി ജില്ലയിൽ അമ്പവാഡി എന്ന ചെറിയ ഗ്രാമമാണ് ആ മഹത് സംഭവത്തിന്റെ സാക്ഷ്യം വഹിച്ചത്. ഗ്രാമത്തിന്റെ പേരിനോട് ബന്ധപ്പെടുത്തി അമ്പവാദേക്കർ എന്നാണ് അദ്ദേഹം വിളിക്കപ്പെട്ടിരുന്നത്. എന്നാൽ സ്കൂൾ രജിസ്റ്ററിൽ പേർ ചേർത്തപ്പോൾ അത് അംബേദ്കർ ആയി. ഒരിക്കൽ സഹോദരൻ ഒന്നിച്ച് ഭീമറാവു അച്ഛനെ കാണുവാൻ പോവുകയായിരുന്നു. ഒരു കാളവണ്ടിയിലായിരുന്നു അവരുടെ യാത്ര. വണ്ടിക്കാരൻ ഉയർന്ന ജാതിക്കാരനായിരുന്നു. എന്നാൽ വണ്ടിക്കകത്ത് കയറി കൂടിയിട്ടുള്ളവർ മഹർ എന്ന അയിത്ത് ജാതിയിൽപ്പെട്ടവരാണ് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. കുറെ ദൂരം പോയ ശേഷമാണ് സംഗതി മനസ്സിലായത്. ഉടൻ വണ്ടിക്കാരൻ കഠിനമായി അവരോട് കയർത്തു. തന്നെയും വണ്ടിയെയും കാളകളെയും അശുദ്ധമാക്കിയതിന് അയാൾ അവരെ വണ്ടിയിൽ നിന്ന് ഇറക്കി വിട്ടു. പക്ഷേ ഇരട്ടി കൂലി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വീണ്ടും അവരെ കൊണ്ടുപോകാൻ തയ്യാറായി. ഒരു കാലത്ത് നീച ജാതിയിൽപ്പെട്ടവരെ ഉയർന്ന ജാതിക്കാർ എങ്ങനെയൊക്കെ കരുതിയിരുന്നു എന്നറിയാൻ ഈ സംഭവം മതിയാകും. ഇപ്രകാരം വളരെ അപമാനങ്ങളും യാതനകളും അനുഭവിച്ചുകൊണ്ടാണ് ഭാരതത്തിലെ ജനസംഖ്യയുടെ 1/5 അന്ന് ജീവിതം നയിച്ചിരുന്നത് എന്ന കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഓക്കേ, നെക്സ്റ്റ് ശ്രേയ ഒന്ന് വായിച്ചേ. ശ്രേയ, ആൻവര്യ വായിച്ചതിന് ശേഷമുള്ള ഭാഗം. മേൽജാതിക്കാരിൽ എല്ലാവരും നമ്മുടെ വണ്ടിക്കാരനെ പോലെ അത്ര നീചനല്ലായിരുന്നു. ചിലർ അയിത്തത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് തികച്ചും ബോധവാന്മാരായിരുന്നു. ഭീം ആദ്യം ചേർന്ന് പഠിച്ച വിദ്യാലയത്തിലെ ഒരു അധ്യാപകൻ അതിന് ദൃഷ്ടാന്തമാണ്. അദ്ദേഹത്തിന്റെ പേർ അംബേദ്കർ എന്നായിരുന്നു. തന്റെ പേര് പോലെ തന്നെ ആവണം ശിഷ്യന്റെയും പേരെന്ന് കരുതി വിശാല ഹൃദയനായി ആ അധ്യാപകൻ ഭീമനെ അംബേദ്കർ എന്ന് വിളിച്ചു. ആ പേരാണ് രജിസ്റ്ററിൽ പതിഞ്ഞത്. അങ്ങനെ ഭീം അംബേദ്കർ ആയി. അംബേദ്കറുടെ വിദ്യാഭ്യാസം ശോഭനമായിട്ടാണ് മുന്നേറിയത്. വിജ്ഞാന സമ്പാദനത്തിൽ ജാഗരൂകനായിരുന്നു അദ്ദേഹം. 1912 BA പാസ്സായി. ബറോഡ മഹാരാജാവിന്റെയും സർക്കാരിന്റെയും ഉദാരമായ സഹായം അംബേദ്കർക്ക് ലഭിച്ചു വന്നത് അന്നത്തെ നിലയ്ക്ക് വലിയൊരു കാര്യമായിരുന്നു. അമേരിക്കയിൽ ചെന്ന് ഉപരിപഠനം നടത്തുവാൻ അങ്ങനെ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. അവിടെ അദ്ദേഹം 18 മണിക്കൂർ വീതം ദിവസവും പഠനത്തിന് ചെലവാക്കുമായിരുന്നു. 2 കൊല്ലം കൊണ്ട് അദ്ദേഹത്തിന് MA ബിരുദം കിട്ടി. അമേരിക്കയിലെ ജീവിതമാണ് അംബേദ്കറുടെ ഭാവി കർമ്മ പരിപാടിക്കുള്ള പശ്ചാത്തലമായി പരിണമിച്ചത്. ഉപരി വിദ്യാഭ്യാസം പൂർത്തിയാക്കി മടങ്ങിയ ശേഷം അംബേദ്കർ ബറോഡ മഹാരാജാവിന്റെ മിലിറ്ററി സെക്രട്ടറിയായി നിയമിതനായി. പക്ഷേ എന്തു വിശേഷം, മഹർ ജാതിക്കാരനല്ലേ. എത്ര കനത്ത ബിരുദങ്ങൾ വാങ്ങിയാലും എത്ര വിദ്വാനായാലും അന്നത്തെ ചുറ്റുപാടിൽ ഇന്ത്യയിൽ അയിത്തക്കാരൻ എന്നും അയിത്തക്കാരൻ തന്നെയായിരുന്നു. ശിപായിമാർ അദ്ദേഹത്തിന്റെ മേശയെ തൊടുവാൻ മടിച്ച് ഫയലുകൾ മേശപ്പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരുന്നതത്രേ. ഭാരതത്തിലെ ഈ കൊടിയ അസമത്വത്തിനെതിരെ തന്റെ സമുദായത്തെ അണിനിരത്താൻ അദ്ദേഹം പരിശ്രമിച്ചു. അവരെ ആത്മാഭിമാനമുള്ളവരാക്കി ഉയർത്തി അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി അംബേദ്കർ വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കുവാൻ ഉറച്ചു. നിരവധി പ്രതിബന്ധങ്ങൾ അദ്ദേഹത്തെ ക്ലേശിപ്പിച്ചു. പക്ഷേ അചഞ്ചലനായി ലക്ഷ്യബോധത്തോടെ മരണം വരെ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അക്കാര്യത്തിൽ വളരെയധികം വിജയിക്കുകയും ചെയ്തു. അതൊരു നീച ചരിത്രമാണ്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയോട് പോലും അദ്ദേഹത്തിന് ചില കാര്യങ്ങളിൽ വിയോജിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെ കുറിച്ച് മറ്റൊന്നും പറയേണ്ടതില്ലല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഷോൺ. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പിയും
ഇന്ത്യ ഗവൺമെന്റിലെ ഒരംഗവും ഇന്ത്യയിലെ ഒരു പ്രധാന പൗരനും ഉന്നതനായ സമുദായ പരിഷ്കർത്താവും മനുഷ്യ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ ഒരു ധീര യോദ്ധാവും എന്ന അംബേദ്കറിനെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് 1952 ജൂൺ 5-ാം തീയതി കൊളംബിയ സർവകലാശാല ഡോക്ടർ ബിരുദം നൽകി. 1956 നവംബർ 15-ന് ഡോക്ടർ അംബേദ്കർ ഒരു ബുദ്ധമത സമ്മേളനത്തിൽ പങ്കെടുത്ത് 30-ന് ഡൽഹിയിൽ തിരിച്ചെത്തി. അപ്പോഴേക്കും 66 വയസ്സ് കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്. ദേഹം ക്രമത്തിൽ ക്ഷീണിച്ചു വരികയായിരുന്നു. എങ്കിലും പതിവുകൾ ഒന്നും അദ്ദേഹം മുടക്കാറില്ലായിരുന്നു. ഡിസംബർ 5-ന് ചില സന്ദർശകരെ അദ്ദേഹം സ്വീകരിച്ചു. അതിനുശേഷം തന്റെ സോഫയിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബുദ്ധ സ്തോത്രം ചൊല്ലി താളം പിടിച്ചുകൊണ്ട് കുറച്ചു നേരം ഇരുന്നു കഴിച്ചുകൂട്ടി. ഒടുവിൽ ആ പാട്ട് റേഡിയോഗ്രാമിലൂടെ കേട്ടുകൊണ്ടിരുന്നു. ലഘുഭക്ഷണത്തിന് ശേഷം അദ്ദേഹം ശയനമുറിയിൽ പ്രവേശിച്ചു കിടപ്പായി. പിറ്റേന്ന് പ്രഭാതത്തിൽ പത്നി മെത്തക്കരികത്ത് വന്ന് അദ്ദേഹത്തെ വിളിച്ചു ഉണർത്തുവാൻ ഭാവിച്ചു. പക്ഷെ അപ്പോഴേക്കും അദ്ദേഹം അവസാനമില്ലാത്ത നിദ്രയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരുന്നു. 5 ലക്ഷത്തോളം ജനങ്ങൾ മുഖസാക്ഷികളായി നിൽക്കാൻ അംബേദ്കറുടെ മൃതശരീരം അഗ്നിയിൽ സംസ്കരിക്കപ്പെട്ടു. ഒരു മഹാന്റെ ജീവിതം അങ്ങനെ ഒരു പിടിച്ചാരമായി മാറി. കഴിവുള്ളവർ എന്തും പരിതസ്ഥിതിയിൽ പിറന്നാലും ഉന്നോദയത്തിന്റെ സോപാനത്തിലേക്ക് കയറി പോകും കഴിവുള്ളവനെ ആർക്കും അവഗണിക്കുവാൻ സാധ്യമല്ല. എങ്ങനെയാണെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടി അയാൾ അധ്വാനിക്കുകയും പ്രലോഭനങ്ങൾക്കു വഴങ്ങാതെ മുന്നേറുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് ഡോക്ടർ അംബേദ്കറുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്. താൻ തുടങ്ങി വെച്ച കാര്യത്തിൽ നിന്ന് ഉത്തമനായ മനുഷ്യൻ ഒരിക്കലും പിന്നോക്കം പോകുകയില്ല. ലക്ഷ്യം നേടിയെടുക്കുന്നതുവരെ അവൻ തന്റെ കർമ്മ പരിപാടി ഉപേക്ഷിക്കുകയുമില്ല. ഓക്കെ, അപ്പൊ ആ പാഠം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഏകദേശം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ അത് ക്വസ്റ്റ്യൻ ആൻസർ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചോ കേട്ടോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറും ആക്ടിവിറ്റീസും മുഴുവൻ ഇന്ന് 5 മണിക്ക് മുന്നേ മിസ്സിന് നിർബന്ധമായും സെൻഡ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് നല്ലതുപോലെ വായിക്കുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ ഇന്ന് അടുത്ത ആഴ്ചക്ക് മുന്നേ നമ്മൾ ഈ ഒരു പാഠത്തിൻ്റെതും വേണം. ഇന്നത്തെ കാര്യമല്ല പറഞ്ഞത്, ഈ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ ഇത് വായിക്കുന്നതും ഒരു വോയിസ് നമുക്ക് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ ഓക്കെ, ബൈ. ഇജാസിനെ വായിപ്പിക്കാൻ ടെക്സ്റ്റ് ഇല്ലാത്തതുകൊണ്ടാ മോനെ കേട്ടോ. ഓക്കെ, ഉണ്ടോ? ഓ, എടുത്തു വെച്ചിട്ടുണ്ടോ? ഓക്കെ, ഞാൻ മൊബൈലിൽ നിന്നാണോ വായിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അടുത്ത ദിവസം നമുക്ക് വായിക്കാം കേട്ടോ മോനെ. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. ഓക്കെ, ബൈ. താങ്ക് യു.